നമസ്കാരം, വെൽക്കം ടു സ്പൈൻ ഫോക്കസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴുത്തിലെ ഡിസ്ക് പ്രൊലാപ്സിന്റെ മെഡിക്കൽ മാനേജ്മെന്റ് അഥവാ ചികിത്സാ രീതികളെ കുറിച്ചിട്ടാണ്. കഴുത്തിലുണ്ടാകുന്ന ഡിസ്ക് പ്രൊലാപ്സിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിന് മുന്നോടിയായിട്ട് കാണുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഏതാണ്ട് 80 തൊട്ട് 85% രോഗികൾക്കും കഴുത്തിലെ പെട്ടെന്നുണ്ടാകുന്ന ഈ ഡിസ്ക് പ്രൊലാപ്സ് അഥവാ സോഫ്റ്റ് ഡിസ്ക് പ്രൊലാപ്സ് ശസ്ത്രക്രിയ ഒന്നുമില്ലാതെ, ഓപ്പറേഷൻ ഒന്നും കൂടാതെ തന്നെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും. ഇതിനു കാരണം പുറത്തേക്ക് തള്ളി വരുന്ന ഈ ഡിസ്കിന്റെ കഷ്ണം നമ്മുടെ ശരീരം തന്നെ ഗ്രാജുവലി അല്ലെങ്കിൽ പതുക്കെ സമയം കൊണ്ട് പതുക്കെ അത് വലിച്ചെടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രൊലാപ്സ് ആയിട്ടുള്ള ഡിസ്കിന്റെ സൈസ് പതുക്കെ കുറയും. ഇതുമൂലം നമ്മുടെ നാഡീഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന അമർച്ച കുറയുകയും കഴുത്തിൽ നിന്ന് കയ്യിലേക്ക് ഇറങ്ങി വരുന്ന വേദന കുറയുകയും ചെയ്യും. ഇതിന്റെ കൂടെ ഞരമ്പുകൾക്ക് ചുറ്റുമുള്ള നീർക്കെട്ടും സമയം കൊണ്ട് ഗ്രാജുവലി കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇതിന് ഏതാണ്ട് 4 തൊട്ട് 6 ആഴ്ച വരെയാണ് സമയം എടുക്കാറുള്ളത്. ഈ സമയത്ത് നമുക്ക് രോഗിയുടെ കഴുത്തിലെ വേദന കുറയ്ക്കുകയും രോഗിയെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്താനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കാറുള്ളത്. ഇങ്ങനെ കഴുത്തിലുള്ള ഡിസ്ക് പ്രൊലാപ്സ് അനുഭവിക്കുന്ന രോഗികൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ശക്തമായിട്ടുള്ള കഴുത്തുവേദനയും കഴുത്തിൽ നിന്നും കയ്യിലോട്ടുള്ള വേദനയുള്ള സമയങ്ങളിൽ നമ്മൾ വിശ്രമം ആണ് നിർദ്ദേശിക്കാറുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ബിസി ആയിട്ടുള്ള ഓഫീസ് ജോലികളിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചു ദിവസം ഓഫീസിൽ നിന്നും മാറി നിൽക്കുന്നത് അത്യാവശ്യമാണ്. ഇതുകൂടാതെ ഹെവി ആയിട്ടുള്ള ജോലികൾ, ഒരുപാട് ഭാരം ലിഫ്റ്റ് ചെയ്യുക എന്നീ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നടക്കുന്ന സമയത്തും കഴുത്തിന് ചുറ്റും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോളർ, സോഫ്റ്റ് സെർവൈക്കൽ കോളർ ധരിക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ കോളർ ധരിക്കുമ്പോൾ കോളറിന്റെ വീതി കൂടിയിട്ടുള്ള ഭാഗം കഴുത്തിന്റെ പുറകുവശത്ത് വരുന്നതാണ് നല്ലത്. കാരണം കഴുത്ത് കുറച്ച് താഴോട്ട് കുനിഞ്ഞിരിക്കുന്ന പൊസിഷൻ വരുമ്പോഴാണ് കഴുത്തിൽ നിന്നും കയ്യിലോട്ടുള്ള വേദന കുറയാനായിട്ട് സഹായിക്കുക. കാരണം ആ പൊസിഷനിലാണ് നമ്മുടെ ഞരമ്പിനുള്ള സ്ട്രെച്ച് കുറയുക. ഓർക്കുക, കോളർ വേദന കൂടുതലുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുക. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാക്സിമം 1-2 ആഴ്ചയിൽ കൂടുതൽ കോളർ ഉപയോഗിക്കാതിരിക്കുക. ഒരുപാട് നാൾ കോളർ ഉപയോഗിക്കുന്നതിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കഴുത്തിന്റെ ബാക്കിലായിട്ട് ചെറിയൊരു ടവൽ റോൾ ചെയ്ത് വെക്കുന്നതോ അല്ലെങ്കിൽ ചെറിയ കട്ടി കുറഞ്ഞ പില്ലോ ഉപയോഗിക്കുന്നതോ നല്ലതായിരിക്കും. കഴുത്തിന്റെ പൊസിഷൻ നേരെ കിടക്കുന്നതിന് പകരം കുറച്ച് ഒരു ഫ്രണ്ടിലോട്ട് ഫ്ലെക്സ് ചെയ്തിട്ടുള്ള പൊസിഷനിൽ കിടക്കുന്നതായിരിക്കും രോഗിയെ കുറച്ചും കൂടി കംഫർട്ടബിൾ. ഇതിന്റെ കൂടെ ഏത് കൈയിലേക്കാണോ വേദനയുള്ളത് ആ കൈ ഒരു പില്ലോയുടെ സഹായത്തോടു കൂടി ഉയർത്തി വെക്കുന്നതും വേദന കയ്യിലേക്ക് ഇറങ്ങി വരുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. രോഗി എഴുന്നേറ്റ് ഇരിക്കുന്ന സമയത്തും പില്ലോകളുടെ സഹായത്തോടുകൂടി കൈ ഉയർത്തി വെച്ചു കഴിഞ്ഞാൽ കയ്യിലേക്കുള്ള വേദന കുറയും. ഇതിന് കാരണം ഇങ്ങനെ ഉയർത്തി വെക്കുന്നത് മൂലം ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന അമർച്ചയിൽ വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. ഇതിന്റെ കൂടെ കഴുത്തിന്റെ വേദന കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. മസിൽ റിലാക്സൻസ് അടങ്ങിയ മരുന്നുകളും കഴുത്തിൽ നിന്നും കയ്യിലേക്കുള്ള വേദന കുറയ്ക്കുവാനായിട്ടുള്ള ന്യൂറോപ്പതിക് മെഡിസിൻസുമാണ് സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. ഇതിന്റെ കൂടെ ചെറിയ ഡ്യൂറേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ സ്റ്റിറോയിഡ് മരുന്നുകളും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇതിന്റെ ഉദ്ദേശം കയ്യിലേക്ക് വരുന്ന ഞരമ്പുകളുടെ നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓർക്കുക, ഈ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ എടുക്കുവാൻ പാടുള്ളൂ. വേദന കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസുകളാണ്. എക്സസൈസുകൾ ചെയ്യുന്നത് വഴി കഴുത്തിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രോങ് ആക്കി നിർത്തുവാനും കഴുത്തിന്റെ ഫ്ലെക്സിബിലിറ്റി തിരിച്ചു കൊണ്ടുവരുവാനും സഹായിക്കും. ഇതുകൂടാതെ ഡിസ്ക് പ്രൊലാപ്സ് വീണ്ടും വരാതിരിക്കുവാനും എക്സസൈസുകൾ പ്രധാനമാണ്. 6 ആഴ്ച കഴിഞ്ഞിട്ടും കഴുത്തുവേദനയും കഴുത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കയ്യിലേക്കുള്ള വേദനയും മാറാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ സുഷുമ്നാ നാഡിക്ക് അതായത് സ്പൈനൽ കോഡിലെ അമർച്ചയുടെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നു, അതായത് നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക, വീഴാൻ പോവുക, കയ്യിൽ നിന്ന് സാധനങ്ങൾ അറിയാതെ വീണു പോവുക, ബട്ടൺസ് ഇടാനുള്ള പ്രയാസം, യൂറിൻ പാസ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനത്തെ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള സ്പൈനിന്റെ സ്പെഷ്യലിസ്റ്റിനെ പോയി കാണേണ്ടത് നിർബന്ധമാണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഓപ്പറേഷനിലൂടെ കഴുത്തിലെ ആ ഡിസ്ക് എടുത്തു മാറ്റി ഞരമ്പുകൾ ഫ്രീ ആക്കി കൊടുക്കേണ്ടത് ആവശ്യമായി വന്നേക്കാം. കഴുത്തിലെ ഡിസ്ക് പ്രൊലാപ്സ് കാരണം ഉണ്ടാകുന്ന റെഡ് ഫ്ലാഗ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കഴുത്തിലുണ്ടാകുന്ന അക്യൂട്ട് ഡിസ്ക് പ്രൊലാപ്സിന് വേണ്ടിയുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് അഥവാ ഓപ്പറേഷനുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.